കാസർഗോഡ് പൈവളികയിൽ എൻഡോസൾഫാൻ ദുരിതബാധിത ലിസ്റ്റിൽ ഉൾപ്പെടാത്ത 15-കാരന്റെ കുടുംബം ദുരിതം നേരിടുകയാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുന്ന കുടുംബത്തിന് സർക്കാർ സഹായം ഒന്നും തന്നെ ലഭിക്കുന്നില്ല. പൈവളിക പഞ്ചായത്തിലെ വിശ്വനാഥിന്റെയും വസന്തിയുടെയും മകനാണ് 15-കാരനായ ധൻരാജ്. എൻഡോസൾഫാൻ വിഷമഴ പെയ്ത സമയമായിരുന്നു ജനനം. മാനസിക വെല്ലുവിളി നേരിടുന്ന അവസ്ഥയിലേക്ക് ധൻരാജിനെ എത്തിച്ചതും എൻഡോസൾഫാൻ തന്നെയാണ്. എന്നാൽ ഈ കുടുംബം എൻഡോസൾഫാൻ ദുരിതബാധിത ലിസ്റ്റിന് പുറത്താണ്. ഏത് സമയം വേണമെങ്കിലും അക്രമാസക്തനാവും ധൻരാജ്. അച്ഛനോ അമ്മയോ അടുത്തു തന്നെ വേണം. കൂലിപ്പണിക്ക് പോയി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന വിശ്വനാഥൻ മകന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ്. ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പെൻഷനെങ്കിലും ലഭിക്കും. എന്നാൽ അധികൃതർ ഇതുവരെയും കണ്ണു തുറന്നിട്ടില്ല. അവർ അന്ന് തന്നെ 11 പഞ്ചായത്തിന് കൂട്ടുന്നേ പറഞ്ഞ്, അതിന് പേരൊക്കെ 18 വയസ്സിന് താഴെ കൂട്ടുന്നേ പറഞ്ഞ്. അതിലെന്ത് റിപ്പോർട്ട് നമുക്ക് വന്നിട്ടില്ല. ഇപ്പം അതിൻ്റെ പേരൊക്കെ പോയിട്ടുള്ള ഇതായിനല്ല കൊറോണ കൊണ്ട് നോക്കാൻ വരുന്നില്ല, എന്ത് നമുക്ക് കിട്ടിയിട്ടില്ല. പാട്ടുകളോട് വലിയ ഇഷ്ടമാണ് ഈ 15-കാരന്. പാട്ടുകൾ കേട്ടാൽ അടങ്ങിയിരിക്കും. ഈ കുടുംബത്തെ എൻഡോസൾഫാൻ ദുരിതബാധിത ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും ഇതിനുവേണ്ടി ശ്രമിക്കുകയാണെന്നും പഞ്ചായത്ത് അംഗം പുഷ്പലക്ഷ്മി പറഞ്ഞു. ഇവരെ എൻഡോസൾഫാൻ കമ്മിറ്റിക്ക് ചേർത്തിട്ടില്ല. അങ്ങനെ പിന്നെ ഇവർക്ക് ഇപ്പോൾ ലൈഫിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ലൈഫിൻ്റെ മാനദണ്ഡം നോക്കിയാൽ ഇപ്പോൾ ഇവർക്ക് നമുക്ക് വീട് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വീട് ഉണ്ടാകുമ്പോൾ കൊടുക്കാനാവുന്നില്ല എന്ന് ലൈഫിൻ്റെ നിയമം പറയുന്നത്. അപ്പോൾ ഇവർക്കിപ്പോൾ ഈ കുഞ്ഞിനെ വളർത്താൻ അവർക്ക് പ്രത്യേകിച്ച് ഒരു ടോയ്ലറ്റ് വേണം, ഒരു റൂം വേണമെന്ന് ഇവർ കുറേ സമയമായി പറയുന്നത്. ഏടെ ആപ്ലിക്കേഷൻ ഇട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് സഹായം ഏതെങ്കിലും രീതിയിൽ ഇവർക്കുള്ള ഒരു സഹായം നൽകണമെന്ന്. സന്മനസ്സുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുകയാണ് ധൻരാജിന്റെ കുടുംബം. ജനം, കാസർഗോഡ്.